അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 6/12/2024 നർജു റഹ്മതക് എന്ന ശീർഷകത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. റഹ്മാനായ തമ്പുരാൻ കരുണാവാരിധിയാണ്. അവൻ മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും സദാ കാരുണ്യം വർഷിച്ചു കൊണ്ടിരിക്കുന്നു. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എൻ്റെ കാരുണ്യം അത് സർവവ്യാപിയാണ്. എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ച് സക്കാത്ത് നൽകി എന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഞാനത് നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു തുല്യമായ കരുണയില്ല. അൽ ഗനിയ്യുർ റഹ്മ, അവൻ ഐശ്വര്യവാനും കരുണാവാരിധിയുമാണ്. മുഴുവൻ സൃഷ്ടിചരാചരങ്ങളിലും അവൻ്റെ കാരുണ്യം വ്യാപിച്ചു കിടക്കുന്നു. അവൻ പറഞ്ഞല്ലോ, റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ, നിങ്ങളുടെ രക്ഷിതാവ് വിശാലമായ കാരുണ്യം ഉടയവനാണ്. അവൻ്റെ മേൽ ആ കാരുണ്യത്തെ അവൻ ബഹുമാനപൂർവം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അവൻ പറഞ്ഞു, കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ രക്ഷിതാവ് അവൻ്റെ മേൽ കാരുണ്യത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും അവൻ കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതാക്കളുടെ മേലിൽ അവൻ കരുണ ചെയ്തു. അതുകൊണ്ട് ഉമ്മ മക്കളുടെ മേലിൽ കാരുണ്യം കാണിക്കുന്നു. എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കും അവൻ കരുണ ചൊരിഞ്ഞുകൊടുത്തു. അവൻ്റെ കോപത്തെ കവച്ചു വെക്കുന്ന കാരുണ്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലമ്മാ ഖദൽ ഖൽഖ കതബ ഇൻദഹു ഫൗക അർശിഹി ഇന്ന റഹ്മതി സബഖത് ഗളബി. റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ വിധി കൽപ്പന നടത്തിയപ്പോൾ അവൻ്റെ അർശിൻ്റെ മേൽ അവൻ രേഖപ്പെടുത്തി, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ കവച്ചു വച്ചിരിക്കുന്നു. റഹ്മാനായ തമ്പുരാൻ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവ് സൃഷ്ടികൾക്കുമേൽ തുറന്നു കൊടുക്കുകയാണ്. അത് അവൻ തുറന്നു തന്നില്ലായിരുന്നുവെങ്കിൽ മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ, അള്ളാഹു തുറന്നു വെച്ച കരുണയുടെ കവാടങ്ങൾ അടക്കാൻ കഴിയുന്നവനില്ല. മുഴുവൻ ജീവജാലങ്ങളുടെ മേലിലും മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെ മേലിലും അവൻ ചൊരിഞ്ഞ കരുണ കൊണ്ടിട്ട് അവർ പരസ്പരം സ്നേഹത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ അവർ ജീവിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മിഅത്ത റഹ്മ, അള്ളാഹുവിന് 100 കരുണയുടെ അംശങ്ങളുണ്ട്. അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദത്തൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹാഇമി വൽ ഹവാം, അതിലെ ഒരംശം മാത്രമാണ് അവൻ ജിന്നുകൾക്കുമേൽ മനുഷ്യർക്കുമേൽ മറ്റു ജീവജാലങ്ങൾക്കുമേൽ മൃഗങ്ങൾക്കുമേലൊക്കെ ചൊരിഞ്ഞത്. ഫബിഹ യതആതഫൂൻ, ആ ഒരൊറ്റ അംശം കരുണ കൊണ്ടിട്ടാണ് അവർ സ്നേഹത്തോടുകൂടെ പെരുമാറുന്നത്. വബിഹ യതറഹമൂൻ, ആ ഒരംശം കാരണമായിട്ടാണ് അവർ പരസ്പരം കരുണ ചൊരിയുന്നത്. വബിഹ തഅതിഫുൽ വഹ്ശു അൻ വലദിഹ, ആ ഒരു കരുണയുടെ അംശമായിട്ടാണ് ഹിംസ്ര ജന്തുക്കൾ അവരുടെ സന്താനങ്ങൾക്കുമേൽ കരുണ കാണിക്കുന്നത്. വഅഖറല്ലാഹു 99 റഹ്മ, ആ കരുണയുടെ 99 ഭാഗങ്ങൾ അള്ളാഹു സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ്റെ സൃഷ്ടിചരാചരങ്ങൾക്കുമേൽ ആ കരുണയുടെ 99 അംശങ്ങൾ അവൻ നൽകും. മലക്കുകൾ കരുണയുള്ളവരാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അവർ സാക്ഷിയാണ്. അവർ റബ്ബിനോടെപ്പോഴും പ്രാർത്ഥിക്കുന്നവരുമാണ്. റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മത്തൻ വ ഇൽമ, ഞങ്ങളുടെ രക്ഷിതാവേ, നിൻ്റെ വിജ്ഞാനവും നിൻ്റെ കാരുണ്യവും സർവവ്യാപിയാണ്. എല്ലാ നബിമാരും അത് അംഗീകരിച്ചു പറയുന്നവരും അവൻ്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുന്നവരുമാണ്. വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ്. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ കാരുണ്യവാനും കരുണാനിധിയുമാണ്.
ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ നിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ്. നിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശരാകുകയില്ല. ഇല്ലല്ലാല്ലൂൻ, വഴി പിഴച്ചവരൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്നവർക്കത് നൽകിക്കൊണ്ടേ ഇരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിനു വേണ്ടി റബ്ബിനോട് എപ്പോഴും തേടിയിരുന്നു. അവിടുന്ന് പറയും, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, അതുകൊണ്ട് ഒരു കൺവെട്ടിമിഴിക്കുന്ന സമയം പോലും എന്നെ നീ ശ്രദ്ധിക്കാതെ പോകരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കരുണ നമുക്കുമേൽ ചൊരിഞ്ഞു തരട്ടെ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഞങ്ങൾക്കുമേൽ നീ കരുണ ചൊരിച്ചു തരണമേ. കാരുണ്യം എന്നത് ഒരു നല്ല സ്വഭാവമാണ്. മാനുഷികമായ ഏറ്റവും ഉയർന്ന മൂല്യമാണ്. അത് നല്ല മനസ്സിനുടമകൾക്ക് കാരുണ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലാ തുൻസഉ ഇല്ലാ മിൻ ഷഖിയ്യിൻ, പരാജിതരിൽ നിന്ന് മാത്രമാണ് കാരുണ്യത്തെ നീക്കപ്പെടുന്നത്. നാം മറ്റുള്ളവർക്ക് കരുണ ചൊരിയണം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. അവരിലേക്ക് നാം എപ്പോഴും സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളിലൂടെ അടുത്തുകൊണ്ടിരിക്കണം. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ, നിശ്ചയം കരുണ ചെയ്യുന്ന അടിമകൾക്കാണ് അള്ളാഹു തിരിച്ചു കരുണ ചെയ്യുക. ഉമ്മമാർ, ഉപ്പമാർ മക്കളോട് ഏറ്റവും സ്നേഹത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ പെരുമാറുന്നു. അവരുടെ വീടുകളിൽ കാരുണ്യം നിറഞ്ഞു നിൽക്കണം. അടുത്ത കുടുംബങ്ങളിലേക്കും രക്തബന്ധങ്ങളിലേക്കും അത് ഒഴുകിയെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസ് ഖുദ്സിയിലൂടെ പറയുന്നുണ്ട്, അനർ റഹ്മാൻ, ഞാൻ കാരുണ്യവാനാണ്. ഖലഖ്തുർ റഹിം, ഞാനാണ് ഈ ചേർച്ച ബന്ധങ്ങളെ അല്ലെങ്കിൽ ഈ രക്തബന്ധങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചത്. വശഖഖ്തു ലഹാ ഇസ്മം മിൻ ഇസ്മി, എൻ്റെ ഒരു നാമത്തിൽ നിന്നാണ് ഞാൻ ആ റഹിമ്, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിന് നാമം ചെയ്തത് എൻ്റെ പേരിൽ നിന്നെടുത്തിട്ടാണ്. വിദ്യാർത്ഥികളോട് ഏറ്റവും സ്നേഹമസൃണമായ പെരുമാറ്റമാകണം അധ്യാപകന്മാരുണ്ടാകേണ്ടത്. ക്ലാസ്സുകളിലും അവരുടെ സ്ഥാപനങ്ങളിലുമൊക്കെ അവരെ ശിക്ഷണം നടത്തുമ്പോൾ, അവർക്ക് പഠനം നടത്തുമ്പോൾ, പരസ്പരം ഇടപഴകുമ്പോഴൊക്കെ അധ്യാപകന്മാർക്ക് അതിൽ വലിയ പങ്കുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യവാനായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. പരസ്പരം ജനങ്ങൾക്കിടയിൽ നാം കാരുണ്യം കാണിക്കണം. വലിയവരോട് പ്രത്യേകിച്ചും ക്ഷീണിച്ചവരോടും അവശരോടും കൂടുതലായിക്കൊണ്ടും. ലാ യർഹമുല്ലാഹു മല്ലാ യർഹമുന്നാസ്, ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല. ആ കാരുണ്യം, ആ റഹ്മത്ത് നമ്മുടെ പ്രകൃതമാകണം, നമ്മുടെ സംസ്കാരം ആകണം. മുഴുവൻ ജീവജാലങ്ങളിലേക്കും സസ്യലതാദികളിലേക്കുമൊക്കെ അത് വ്യാപിക്കണം. നബി തങ്ങൾ പറഞ്ഞു, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. കരുണ ചൊരിയുന്നവർ, അവർക്ക് കാരുണ്യവാനായ തമ്പുരാൻ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുവീൻ, ആകാശത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾക്കുമേൽ കരുണ ചൊരിയും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതിൻ്റെ മുന്നറിയിപ്പായി അവൻ നല്ല തണുത്ത കാറ്റിനെ നമുക്കുമേൽ വീശിയടിപ്പിക്കും. അല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തി. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഴ വർഷിക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഒരു നല്ല കുളിർത്തന്നൽ, അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ വയജ്അലുഹു കിസഫൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി ഫഇദാ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അവൻ്റെ മഴ വർഷിക്കുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് കാറ്റിനെക്കൊണ്ട്
മേഘപാളികളെ അവൻ ആകാശത്ത് വിന്യസിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് അവൻ ഇടിമിന്നലൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിക്കുന്നു. ആ മഴയിൽ ഭൂമിയിലുള്ള മനുഷ്യരും ജീവജാലങ്ങളുമൊക്കെ സന്തോഷവാന്മാരാകുന്നു. അള്ളാഹു അവൻ്റെ കാരുണ്യമാകുന്ന മഴയെ ഭൂമിയിലേക്ക് നമുക്ക് വർഷിപ്പിച്ചു തരുന്നു. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി പുഷ്പിണിയാകുന്നു. വരണ്ടു വിണ്ടുകീറിയ മണ്ണിന് ഇടയിലൂടെ ജലപാളികൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് മഴയ്ക്ക് ആവശ്യമായി വന്നാൽ അവിടുത്തെ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് മഴയ്ക്കു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യമാകുന്ന മഴയെ അവർക്കുമേൽ വർഷിപ്പിച്ചു കൊടുക്കും. അല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. അവനാണ് മഴയെ വർഷിപ്പിച്ചു തരുന്നത്. അവൻ്റെ കാരുണ്യമാണത്. അവൻ നമുക്കുമേൽ ചൊരിഞ്ഞു തരുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ അനുഗ്രഹീതനായ പ്രസിഡന്റ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാ മഴയ്ക്കു വേണ്ടി നിസ്കാരം നടത്താൻ വേണ്ടി ശനിയാഴ്ച കാലത്ത് 11 മണിക്ക് നമ്മളോട് മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥന നടത്താനും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്താകുന്ന മഴയെ വർഷിപ്പിച്ചതെന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ എല്ലാ കാരുണ്യവും നമുക്കുമേൽ എല്ലാ സമയത്തും ചൊരിഞ്ഞു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.